അപ്പോൾ ഹാലോ ഗ്രൂപ്പുകളുടെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എങ്ങനെയാണ് അവർക്ക് പേരിടുക എന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കൂ. ആദ്യത്തെ ഉദാഹരണം CH3 CH2 CH2. ഇവിടെ ഒരു ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ വരുന്നതിന് പകരം Cl വന്നു അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് പേരിടുക? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ നമ്പർ ഇടണം അല്ലെ. എത്ര കാർബൺ ഉണ്ട് അല്ലെ, എത്ര ലോങ്സ്റ്റ് ചെയിൻ ഏതാണെന്ന് അല്ലെ, ഏറ്റവും കൂടുതൽ നീളമുള്ള വള്ളി ഏതാണ് അല്ലെങ്കിൽ ചെയിൻ ഏതാണെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, നോക്ക്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിന് നമ്പർ ഇടുക? ആദ്യം തന്നെ നോക്കുക എവിടെയാണ് നമ്മുടെ ബ്രാൻഡ് കിടക്കുന്നത്. ഓക്കെ, ബ്രാൻഡിന്റെ അടുത്ത് ചെറിയ നമ്പർ കിട്ടുന്ന രീതിക്ക് വേണം, ബ്രാഞ്ചിന്റെ അടുത്ത് ചെറിയ നമ്പർ കിട്ടുന്ന രീതിക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്പർ ഇട്ട് തുടങ്ങാൻ. അപ്പൊ എവിടെ നിന്ന് നമ്പർ ഇടും? 1, ക്ലോറിന്റെ അടുത്തുള്ള ഹൈഡ്രോ കാർബണിൽ 1, പിന്നെ ഇവിടെ 2, 3 അല്ലെ. അപ്പൊ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട് അല്ലെ. 3 കാർബൺ ഉള്ള ആൽക്കെയിൻസിന്റെ സഫിക്സ് എന്ത് വരും? പ്രൊപ്പ് വരും. അപ്പൊ ആ ആൽക്കെയിൻ എന്താകും? പ്രൊപ്പൈൻ ആകും. ഓക്കെ, നോക്ക് ഇവിടെ. അപ്പൊ ആദ്യം ഇതൊക്കെ എഴുതി വെക്കുക. ഓക്കെ, നോക്ക് എവിടെയാണ് നമ്മുടെ ക്ലോറോ ഗ്രൂപ്പ് കിടക്കുന്നത്, എവിടെയാണ് നമ്മുടെ ഹാലോജൻ ഗ്രൂപ്പ് കിടക്കുന്നത്? പൊസിഷൻ എവിടെയാണ്? പൊസിഷൻ 1 അല്ലെ. പൊസിഷൻ എവിടെയാണ്? 1ലാണ്. ഇനി നോക്ക് എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട് അല്ലെ. എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പ്രൊപ്പൈൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പ്രൊപ്പൈൻ എന്ന് വിളിക്കും അല്ലെ. ഇനി നമ്മുടെ ഹാലോ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ഇവിടെ Cl ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? ഈ നിക് നെയിം വിളിക്കണ പോലെ പകുതിയെ വിളിക്കുള്ളൂ. ക്ലോറിൻ എന്ന് വിളിക്കില്ല. എന്തെന്ന് വിളിക്കും? ക്ലോറോ എന്ന് വിളിക്കും. അപ്പൊ ക്ലോറോ മോനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ അങ്ങോട്ട് എഴുതി വെക്കും. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ നിയമം എന്താണ്? എങ്ങനെയാണ് നമ്മൾ ഇതിന് പേരിടുക? ആദ്യം പൊസിഷൻ എഴുതണം. ആദ്യം എന്ത് എഴുതണം? പൊസിഷൻ എഴുതണം അല്ലെ. പൊസിഷൻ എഴുതുക. പിന്നെയോ പ്ലസ് എന്ത് എഴുതണം? ഹാലോന്റെ പേര് എഴുതണം. ഏതാണോ ഹാലോ തന്നിരിക്കുന്നത് അതിന്റെ പേര് അങ്ങണ്ട് എന്ത് ചെയ്ത? പേര് അങ്ങണ്ട് എഴുതുക. പിന്നെയോ മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം ഏത് ആൽക്കെയിൻ ആണോ അവിടെ ഉള്ളത്, ഏത് ആൽക്കെയിൻ ആണോ അവിടെ ഉള്ളത് അതും കൂടി എടുത്ത് എഴുതുക. അതും കൂടി എടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ഹാലോ ഗ്രൂപ്പിന്റെ പേരിടൽ ചടങ്ങ് പൂർത്തിയായി. ഓക്കെ, നോക്ക് എവിടെയാണ് ഇതിന്റെ പൊസിഷൻ വരുന്നത്? 1 അല്ലെ. 1. പിന്നെയോ എന്താണ് ഇവിടുത്തെ ഹാലോ ഗ്രൂപ്പിന്റെ പേര്? Cl ആയതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയും? ക്ലോറോ എന്ന് പറയും. എന്ത് പറയും? ക്ലോറോ എന്ന് പറയും. ഓക്കെ, അപ്പോ ക്ലോറോ അല്ലെ. ഇനി നോക്ക്, ഇനി ഏത് ആൽക്കെയിൻ അവിടെ ഉള്ളത്? പ്രൊപ്പൈൻ ആണ് ഇവിടെയുള്ള ആൽക്കെയിൻ. 3 കാർബൺ ഉള്ളത് കൊണ്ട് നമ്മുടെ ആൽക്കെയിൻ എന്താവും? പ്രൊപ്പൈൻ ആവും. അപ്പൊ അതും കൂടി ഇവിടെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് എന്തായി? ഈ പറയുന്ന ഹാലോ ഗ്രൂപ്പിന്റെ പേരിടല് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 ക്ലോറോ പ്രൊപ്പൈൻ എന്ന് കിട്ടി. അപ്പൊ ഇനി വരുന്ന ഉദാഹരണങ്ങളും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.